ഇരുവൃക്കകളും തകരാറിലായ ഇരട്ടിയാർ സ്വദേശിനിയായ വീട്ടമ്മ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഇരട്ടിയാർ 4 സെന്റ് കോളനിയിൽ താമസിക്കുന്ന അഴകൻ തറവടക്കൽ ആശാ ജിൻസാണ് തുടർ ചികിത്സയ്ക്കായി സഹായം കേടുന്നത്. ഇരുവൃക്കകളും മാറ്റിവെക്കണം. ഇതിനായുള്ള ഭീമമായ തുക കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിനെ കൊണ്ട് കഴിയില്ല. രോഗവിവരം അറിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ആദ്യം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രി ചികിത്സ തേടി. വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രി അധികൃതർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിർദ്ദേശിച്ചു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് അറിഞ്ഞത്. ഇതിനുശേഷം ഡയാലിസിസ് ആരംഭിക്കുകയായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് കോട്ടയത്തെത്തി നടത്തണം. ഇതിനോടകം തന്നെ വലിയൊരു തുക ചിലവായി കഴിഞ്ഞു. 35 വയസ്സ് മാത്രമാണ് ഈ വീട്ടമ്മയുടെ പ്രായം. ഭർത്താവ് ജിൻസ് കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തി മുൻപോട്ട് പോകുന്നത്. ഇവർക്ക് ആകെയുള്ളത് 4 സെന്റ് കോളനിയിൽ 7 സെന്റ് സ്ഥലവും ഒരു വീടും മാത്രമാണ്. ആശയുടെ ചികിത്സ നടക്കുന്നതിനാൽ നിലവിൽ ജിൻസിന് കൂലിപ്പണിക്ക് പോകാൻ കഴിയുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ 20 ഏക്കറിൽ ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് കുറവായിരുന്നു. എത്രയും പെട്ടെന്ന് കോട്ടയം കൊണ്ടുപോയിട്ട് കോട്ടയത്ത് കൊണ്ടുപോയി 3-ാം ദിവസം ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കിഡ്നിക്ക് 2 പ്രോബ്ലമാണെന്ന് കണ്ടു. കിഡ്നി ചുരുങ്ങിപ്പോയേക്കുക. ഇത്രയും പ്രായമല്ലേ, അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. മാറ്റി വെക്കണം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഇപ്പം കൂലിപ്പണിയായിരുന്നു. എനിക്കത് ഇപ്പം പോകാൻ പറ്റുന്നില്ല. ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് ആഴ്ച 2 ഡയാലിസാണ് കോട്ടയം പോയാൽ ചെയ്യുന്നത്. ഇപ്പം ചികിത്സിക്കാൻ വലിയ പാടാണ്, സാമ്പത്തികപരമായിട്ടെല്ലാം ബുദ്ധിമുട്ടാണ്. സർക്കാരിന്റെ മൃതസഞ്ജീവനിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. രോഗവിവരം അറിഞ്ഞ ആദ്യ നാളിൽ രോഗം മൂർച്ഛിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ആശ. അടിയന്തരമായി വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ ഈ വീട്ടമ്മയ്ക്ക് ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകൂ. ഇതിനായി സുമനസ്സുകൾ സഹായിക്കണം. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇടുക്കി വിഷൻ ന്യൂസ്, ഇരട്ടയാർ.